നബിദിനം ആഘോഷിക്കുന്നത് ശരിയാണോ തെറ്റാണോ? ഇതിനെക്കുറിച്ച് ഉസ്താക്കന്മാരെന്ത് പറയുന്നു? പ്രത്യേകിച്ച് അൻസാരി ഉസ്താദ്. ഒന്ന് കാണാം. ജനങ്ങളെ പറ്റിക്കാൻ അവർ ചോദിക്കുകയാണ്, ഈ ആളുകൾ ചോദിക്കുകയാണ്, നബി തങ്ങൾ ആഘോഷിച്ചിട്ടില്ല, സ്വഹാബത്ത് ആഘോഷിച്ചിട്ടില്ല, ശരി തന്നെയാണ്. പക്ഷേ നബി തങ്ങൾ കാർ ഓടിച്ചിട്ടില്ല, നിങ്ങൾ കാർ ഓടിക്കണില്ലേ? നബി തങ്ങൾ വീട്ടിൽ ടൈൽസ് ഇട്ടിട്ടില്ല, നിങ്ങൾക്ക് വീട്ടിൽ ടൈൽസ് ഇട്ടില്ലേ? നബി തങ്ങൾ മൈക്ക് ഉപയോഗിച്ച് പ്രസംഗിച്ചിട്ടില്ല, നിങ്ങൾക്ക് മൈക്ക് ഉപയോഗിക്കണില്ലേ? അല്പം തലച്ചോറ് ബാക്കിയുണ്ട് അവരോട് ചോദിക്കാനുള്ളത്. അതൊക്കെ ഒരു സുന്നത്താണ്, അതൊക്കെ തീരെ പുണ്യാണെന്ന് പറഞ്ഞല്ല ആരും കൊണ്ടു നടക്കുന്നത്. മറിച്ച് അതൊക്കെ ഭൗതികമായ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്തുക. ഇതിങ്ങനെ ചെയ്താൽ ഇത്ര പുണ്യമുണ്ടെന്ന് പറയുന്ന ഒരു മതപരമായ കാര്യമാണോ? അത് നമുക്ക് രേഖ വേണം, അതിന് തെളിവ് വേണം. അതാണ് ഇവിടെ നമുക്ക് ചോദിക്കാനുള്ളത്. ഇസ്ലാമിൽ രണ്ടാഘോഷം പഠിപ്പിച്ചു, അത് ഹദീസിൽ സ്ഥിരപ്പെട്ട് വന്നതാണ്. ഒന്ന് റമദാനുമായി ബന്ധപ്പെട്ടതിന്റെ പൂർത്തീകരണത്തിലുള്ള ശവ്വാലും ഈദുൽ ഫിത്ർ, മറ്റൊന്ന് ഉദ്ഹിയ്യത്തുമായി ബന്ധപ്പെട്ട ഇബ്രാഹിം നബി ഇസ്ലാമിന്റെ ചരിത്രവുമായി ബന്ധപ്പെട്ട ഈദുൽ അദ്ഹ. ഇതല്ലാത്ത മൂന്നാമതൊരു ആഘോഷ ചടങ്ങ് പഠിപ്പിച്ച ഒരൊറ്റ സംഭവ ചരിത്രം നമുക്ക് പറയാനുണ്ടോ? ഇല്ലെങ്കിൽ ഇതെവിടുന്ന് വന്നു, ആര് തുടങ്ങി പഠിക്കാം? ഈ ഒരു വിഷയത്തെ സംബന്ധിച്ച് ചർച്ച ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, കിയാമത്ത് നാളായാലും അതായത് ലോകാവസാനമായാലും അതിനൊരു അവസാനം കാണത്തില്ല. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് കാലാകാലം ഇവിടെ മനുഷ്യന്മാർ ഈ മതവിശ്വാസം നമ്മളെല്ലാം നിൽക്കുന്നിടത്തോളം കാലം എന്താണ്, ഇത് നടന്നുകൊണ്ടേയിരിക്കും. കാലങ്ങളായിട്ട് നടക്കുന്നു, ഇപ്പോഴും നടക്കുന്നു, ഇനി നടന്നുകൊണ്ടേയിരിക്കും. പിന്നെന്ന് പറഞ്ഞാൽ ഓരോരോ കാലഘട്ടത്തിൽ ഇതിനെക്കുറിച്ച് പലതരത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളും വരും. ഞാൻ നബിദിനത്തിനെ പേഴ്സണലി അംഗീകരിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ വർഷങ്ങളായിട്ട് നമ്മളിവിടെ ചോറും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നതാണ്. എല്ലാത്തിനും പുറമെ അതൊരു കൂട്ടായ്മയാണ്, ഒരു സന്തോഷമാണ്. എല്ലാവരോടും ഒരുമിച്ച് നിന്നുകൊണ്ട് അത് ചെയ്യുമ്പോൾ പിന്നെ ജാതി മത ഭേദമന്യേ, നിങ്ങൾ റീലിലൊക്കെ എല്ലാവരും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവരാണ്, കണ്ടു കാണും. എന്തൊരു സന്തോഷമാണ് എല്ലാ മതസ്ഥരും ഒത്തുചേർന്നുകൊണ്ട് ചോറ് വെച്ച് കൊടുക്കുക, അതെല്ലാവരും കൂടെ കഴിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഈ മിലാദിന് മാത്രം സംഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. നമ്മുടെ നാട്ടിലൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാ പിള്ളേരും കൂടെ ഒരുമിച്ച് കൂടുന്നത്, പലരും പല ജോലിക്ക് പോകുന്നവരാണ്. ഈ നബിദിനമൊക്കെ വരുമ്പോഴാണ്. ഇവൻ പെരുന്നാളിന് പോലും അത്രയും ഒരു ഇത് നമ്മുടെ ഇരിക്കുകയില്ല. പെരുന്നാൾ നിസ്കരിക്കുക, വരിക, പള്ളിയെ വെച്ചൊന്ന് കാണുക, പോവുക എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ നബിദിനമാകുമ്പോൾ നേരെ മറിച്ച് അതിന് മുന്നോട്ടുള്ള പിന്നെ ഒരു ഒരുക്കങ്ങൾ, അതായത് കാശ് പിരിക്കാൻ നടക്കുന്നത്, പിന്നെ പോത്തിനെ മേടിക്കുന്നു, പലർക്ക് എടുക്കുന്നു, അങ്ങനെയുള്ള വേണ്ട രീതിയിലുള്ള കാര്യങ്ങളെല്ലാം സജ്ജമാക്കുന്നു, അത് വെക്കുന്നു, ഒരുമിച്ച് പാക്ക് ചെയ്യുന്നു, അത് ജനങ്ങൾക്ക് കൊടുക്കുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു. വലിയൊരു കൂട്ടായ്മയുടെ ഒരു സന്തോഷത്തിൻ്റെ ദിവസം തന്നെയാണ് നബിദിനം. പേഴ്സണലി എന്നെ സംബന്ധിച്ചുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. മതപരമായി നോക്കുമ്പോൾ പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ കാണും, അതിൽ ശരി കാണും, തെറ്റ് കാണും. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ചില ആഘോഷങ്ങൾ അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 25,000 വാട്ട്സ് 20,000 വാട്ട്സും 10,000 വാട്ട്സും ഉള്ള സൗണ്ട് സിസ്റ്റം കേട്ടിക്കൊണ്ട് 100 ബൈക്കുകൾ സൈലൻസർ ഊരി വെച്ചിട്ട് തലയിൽ ഉടുപ്പ് ഊരി കെട്ടിയിട്ട് DJ പാട്ട് ഇട്ട് നബിയുടെ പേരും പറഞ്ഞിട്ട് തുള്ളി നടക്കുന്ന ഇത് തികച്ചും അനിസ്ലാമികമാണ് എന്ന് പറഞ്ഞാൽ തികച്ചും അനിസ്ലാമികമാണ്. അത് ദീനുമായിട്ടോ ഈ പറയുന്ന നബിദിനുമായിട്ടോ യാതൊരു ബന്ധവുമില്ല. അവരവരുടെ സന്തോഷത്തിന് വേണ്ടി അല്ലെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി കുറച്ച് പേര് മാത്രം കാണിക്കുന്ന പിന്നെ ചില കോപ്രായങ്ങളാണ്. എന്നാൽ അത് മഹല്ല് കേന്ദ്രീകൃതമായി അത് നിരോധിക്കണം, അല്ലെങ്കിൽ അതിന് തടയിടണമെന്ന് വെച്ചാൽ ചെയ്യേണ്ട കാര്യമാണ്. ഈ കാലഘട്ടത്തിൽ ഒരു പള്ളിയിൽ ഉസ്താദ് പറഞ്ഞതുകൊണ്ട് അത് നിൽക്കുമോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും നിൽക്കത്തില്ല. പിന്നെ അത് പൂർവാധീന ശക്തിയോടുകൂടി അതിനെതിരായിട്ട് അവർ ചെയ്യത്തേ ഉള്ളൂ. കാര്യം എന്ന് വെച്ചാൽ ഉസ്താദിനെ വെല്ലുവിളിച്ചുകൊണ്ട് ആ ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് ഇതിനെക്കുറിച്ച് വ്യക്തമായിട്ട് നമുക്ക് പറയുന്നതിന് മുമ്പ്, ഈ ഒരു നബിദിനത്തിന് ചോറ് വെച്ച് കൊടുക്കുന്നത് എന്തിനാണ്? അത് ആ കാശ് കൊണ്ട് മറ്റെന്തെങ്കിലും ചെയ്താൽ പോരായോ എന്നൊക്കെ പലരും എന്നോടും ചോദിച്ചിട്ടുണ്ട് ഈ പിരിവിനൊക്കെ ചെല്ലുമ്പം. അപ്പോൾ അവർക്ക് എല്ലാവർക്കും വേണ്ടിയുള്ള, അല്ലെ അങ്ങനെ ചിന്തിക്കുന്ന പലർക്കും വേണ്ടിയുള്ള ഒരു മറുപടിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ നിങ്ങൾ അവസാനം വരെ കണ്ടാൽ നിങ്ങൾക്ക് ഈ ഒരു കാര്യത്തിൽ ക്ലിയർ കിട്ടുമെന്നാണ് എൻ്റെ വിശ്വാസം മാത്രമല്ല, അത് കിട്ടും, ഉറപ്പാണ്. നിങ്ങൾ അന്നേരം ഈ വീഡിയോ അവസാനം വരെ കാണുക. അത് മാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ട നിങ്ങളെല്ലാവരുടെ അഭിപ്രായം നിങ്ങൾ അതുകൂടെ രേഖപ്പെടുത്തിയിട്ട് പോകുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. നമുക്ക് അന്നേരം ആ വീഡിയോയിലേക്ക് കടക്കാം. കേൾക്കട്ടെ. റബീഉൽ 12 വർഷത്തിൽ ഒരു ദിവസം ഫുള്ള് ജാതിയുമായിട്ട് റോഡ് മുഴുവൻ ബ്ലോക്ക് ചെയ്ത് ബഹളവും പടക്കം പൊട്ടിക്കലും അതും ഇതുമായിട്ട് ശബ്ദമലിനീകരണവും, എന്താ പറയാ, ആളുകളെ ബുദ്ധിമുട്ടിച്ചിട്ട് നബിയോടുള്ള സ്നേഹം കാണിക്കുക. ചിലപ്പോൾ ഇതിപ്പോൾ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്നതിനപ്പുറത്തേക്ക് ഇതിനകത്ത് ഒരുപാട് ചെലവുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പൊ ഈ ചെലവുകളും കാര്യങ്ങളും ഒക്കെ ഇത്ര അധികം ഒരു ആവശ്യമില്ലാത്ത കാര്യത്തിന് വേണ്ടി സ്നേഹം പ്രകടിപ്പിക്കാൻ, പ്രഹസനത്തിന് വേണ്ടിയിട്ട് കാണിക്കുമ്പോൾ അത് ആവശ്യമായിട്ട് പൈസ ആവശ്യമായിട്ട് വരുന്ന ആളുകൾ സമുദായത്തിൽ ഉണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള ആളുകൾക്ക് എന്താ പറയാ, വല്ല ചികിത്സാ സഹായമായിട്ടോ അതല്ലെങ്കിൽ വല്ലോ കല്യാണം നടത്തേണ്ട ആളുകൾക്ക് അങ്ങനെ, അല്ലെങ്കിൽ ആർക്കെങ്കിലും വിദ്യാഭ്യാസത്തിന് എന്തെങ്കിലും പൈസ ഷോർട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ കൊടുത്ത് സത്യത്തിൽ നാദിയ ഈ മുസ്ലിം സമുദായത്തെ രക്ഷിച്ചു എന്ന് വേണം പറയാൻ. മറ്റൊന്നും കൊണ്ടല്ല, നാദിയയുടെ വാക്കുകൾ കേട്ടില്ലായിരുന്നെങ്കിൽ ഈ നബിദിനത്തിന് പൊട്ടിക്കാൻ വെച്ചിരുന്ന ലക്ഷക്കണക്കിന് രൂപയുടെ പടക്കം അത് നബിദിനത്തിൻ്റെ അന്ന് പൊട്ടുകയും മുസ്ലിം സമൂഹത്തിൻ്റെ ഈ പൈസയൊക്കെ വെറുതെ പാഴായിപ്പോയന. പൊന്നാര നാദിയ, മുസ്ലിം സമുദായത്തിൻ്റെ ആഘോഷങ്ങളിൽ എവിടെയെങ്കിലും മനുഷ്യർക്ക് ഗുണമല്ലാത്ത എന്തെങ്കിലും ഒരു സംഗതികൾ കണ്ടിട്ടുണ്ടോ? ഒരു കാര്യം ഞാൻ ഇടപെട്ട് പറഞ്ഞോട്ടെ. ഈ നാദിയ എന്ന് പറയുന്ന പെൺകുട്ടിയുടെ വീഡിയോകൾ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കാം, അല്ലെ ഈ ഒരു വോയിസ് കേൾക്കുമ്പം വിചാരിക്കാം ജനങ്ങളോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം ഇത് പറയുന്നത് എന്നുള്ളത്. ഒരു പക്ഷേ അവർക്ക് സ്നേഹം കാണും, ഇല്ലെന്ന് നമ്മൾ പറയുന്നില്ല. പക്ഷേ ഈ പറയുന്ന ഒരു കാര്യം, ഇദ്ദേഹത്തിൻ്റെ ആ പെൺകുട്ടിയുടെ വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിക്കും അറിയാം,
ഇസ്ലാമിനെ അല്ലെങ്കിൽ മുസ്ലിങ്ങളെ അവരെ വിശ്വാസത്തെ ഹനിക്കാൻ പറ്റിയ അല്ലെങ്കിൽ അവരെ അവഹേളിക്കാൻ പറ്റിയ ഒരവസരവും കളയാത്ത ഒരു പെൺകുട്ടിയാണ് ഈ പറയുന്ന നാദിയ എന്ന് പറയുന്ന പെൺകുട്ടി. അദ്ദേഹത്തിൻ്റെ പേര്, ആ പെൺകുട്ടിയുടെ പേര് ഇസ്ലാം മതവിശ്വാസിയുടെ പേരായതുകൊണ്ടാണോ എന്നുള്ളത് അറിഞ്ഞുകൂടാ. അവർക്ക് പിറകിൽ പലരും ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അതിന് നമുക്ക് വ്യക്തമായുള്ള തെളിവും കാര്യങ്ങളും ഒന്നുമില്ല. അതിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. പക്ഷേ അവരെ വീഡിയോകൾ കണ്ടാൽ നമുക്കറിയാം, ബോധപൂർവമായി ഏതൊരു വിഷയം എടുത്തിട്ട് ഇസ്ലാം മതത്തെ എങ്ങനെയൊക്കെ അപകീർത്തിപ്പെടുത്താവോ അത്തരത്തിലെല്ലാം അവർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതിനെല്ലാം ഈ അൻസാരി ഉസ്താദ് പല വീഡിയോയിലൂടെ മറുപടിയും കൊടുക്കുന്നുണ്ട്. പിന്നെ റാലിയായിട്ട് ബന്ധപ്പെട്ട് എല്ലാ നാട്ടിലും വ്യത്യസ്തമായ അഭിപ്രായമുണ്ട്. നടത്തണം എന്ന് പറയുന്നവരുണ്ട്, നടത്തണ്ടെന്ന് പറയുന്നവരുണ്ട്. പല മഹലുകളിലും ഇപ്പോൾ അത് നിർത്തി വരുന്നുണ്ട്. ചിലടത്ത് നല്ല രീതിയിൽ നടത്തുന്നുമുണ്ട്. ബാക്കിയുടെ കേൾക്കുക. ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം. മുസ്ലിം സമൂഹത്തിന്റെ ഏറ്റവും വലിയ ആഘോഷങ്ങളൊന്ന് ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, അങ്ങനെയൊക്കെ നിങ്ങൾക്ക് അറിയുന്ന ഉദാഹരണങ്ങൾ ഞാൻ പറയാം. ഈ ചെറിയ പെരുന്നാളിന് തൊട്ട് മുന്നോടിയായിട്ടുള്ള റമദാൻ വരുമ്പോൾ നമ്മൾ എന്താണ് കാണാൻ കഴിയുന്നത്? ലക്ഷക്കണക്കിനും അതിൽ കോടിക്കണക്കിനുമാണ് ഭക്ഷ്യധാന്യ കിറ്റുകളൊക്കെ ജാതി മതഭേദമന്യേ എല്ലാ സമൂഹങ്ങൾക്കും എത്തിച്ചു കൊടുക്കുക. ഇഷ്ടംപോലെ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലും അല്ലാതെ കാണുന്നതാണ്. ഇനി പെരുന്നാളായി കഴിഞ്ഞാലും ഫിത്ർ സക്കാത്തിന്റെ അരി, ടൺ കണക്കിന് അരി വിതരണം ചെയ്യപ്പെടുകയാണ്. ഇനി വലിയ പെരുന്നാൾ വന്നാലും അതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ മാംസം മനുഷ്യരിലേക്ക് എത്തപ്പെടുകയാണ്. ഭക്ഷ്യ വിഭവങ്ങൾ ആളുകളിലേക്ക് എത്തപ്പെടുകയാണ്. നബിദിനം വന്നാലും ഇതുപോലെ തന്നെ കോടിക്കണക്കിന് രൂപയുടെ ഭക്ഷണമാണ് ഓരോ മഹല്ല് ജമാഅത്ത് കമ്മിറ്റികളും ഭക്ഷണം ഉണ്ടാക്കി ജാതി മതഭേദമന്യേ എല്ലാ മനുഷ്യർക്കും വിതരണം ചെയ്യാൻ. മനുഷ്യർക്ക് അനുഗുണമല്ലാത്ത ഒരു ആഘോഷവും ഇസ്ലാമിലില്ല എന്നുള്ളതാണ്. നോക്ക് നിങ്ങൾ, ഇവിടെ പല ആഘോഷങ്ങളും നടക്കുന്നുണ്ടല്ലോ. കോടിക്കണക്കിന് രൂപയുടെ പടക്കങ്ങൾ ആകാശത്ത് പൊട്ടുമ്പോൾ 2 കിഡ്നി നഷ്ടപ്പെട്ടവൻ ഇങ്ങനെ മാനത്തേക്ക് നോക്കി ഇങ്ങനെ നിസ്സഹായനായി നിൽക്കുന്നത് കാണാൻ കഴിയും. നമ്മൾ അതൊക്കെ ഓരോരുത്തരുടെയും സന്തോഷവും ആഘോഷവും അതിനെ നമ്മൾ കുറ്റപ്പെടുത്തുന്നില്ല. പക്ഷെ അങ്ങനെ എന്തെങ്കിലും ഒരു സന്തോഷം മുസ്ലിം സമൂഹത്തിന്റെ ഭാഗത്തുനിന്ന് ഈ മറ്റുള്ളവർക്ക് അവരിന് ഉപകാരമില്ലാത്ത എന്തെങ്കിലും ആഘോഷങ്ങൾ കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് കാണാൻ കഴിയത്തില്ല. പല ആഘോഷങ്ങളും പല സന്തോഷങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷം പിറ്റേ ദിവസം പത്രത്തിൽ നമുക്ക് കാണാം 18 കോടി രൂപയുടെ മദ്യമാണ് വിറ്റഴിച്ചത്. ഇവിടെ ചെറിയ പെരുന്നാൾ, വലിയ പെരുന്നാൾ, നബിദിനം ഇതൊക്കെ കഴിഞ്ഞാൽ അങ്ങനത്തെ എന്തെങ്കിലും വാർത്ത ഇല്ല. നബിദിനമാണെങ്കിലും ചെറിയ പെരുന്നാളാണെങ്കിലും വലിയ പെരുന്നാളാണെങ്കിലും അതൊക്കെ കൊണ്ട് മനുഷ്യർക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഉപകാരം ഉണ്ടാവും എന്നുള്ളതാണ്. അതുകൊണ്ട് നാദിയ, ചാരിറ്റി, ദയവ് ചെയ്ത് ചാരിറ്റി ചെയ്യണമെന്ന് ഞങ്ങളെ പഠിപ്പിക്കരുത്. ഇപ്പൊ നാദിയ തന്നെ കുറെ നാളായിട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നു. ഇവിടെങ്കിലും നിങ്ങൾ ഏതെങ്കിലും മനുഷ്യരുടെ ആവശ്യവുമായി ബന്ധപ്പെട്ടില്ല ഇല്ല. നാദിയയുടെ അധിക റിയാക്ഷൻ വീഡിയോയും ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ എളിഭരാക്കാൻ വേണ്ടിയും ആക്ഷേപിക്കാൻ വേണ്ടിയും ആകുന്നു എന്നതിനപ്പുറത്തേക്ക് ഏതെങ്കിലും ഒരു മനുഷ്യന്റെ എന്തെങ്കിലും ഒരു പ്രയാസവുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ട് നിങ്ങൾ ആരെയാണ് ഈ ചാരിറ്റി പഠിപ്പിക്കുന്നത്? നിങ്ങൾ ആരോടാണ് ഈ ഉപദേശം നടത്തുന്നത്? എല്ലാ വെള്ളിയാഴ്ചകളിലും ഓരോ പള്ളിയുടെയും കവാടങ്ങളിൽ ജാതി മതഭേദമന്യേ എത്ര മനുഷ്യരെ കാണാൻ കഴിയും? അവർ ആ പ്രതീക്ഷയോടുകൂടി ഇവിടെ വരികയല്ലേ. എന്നാൽ വലിയ വലിയ ആഘോഷങ്ങൾ പുറത്തു നടക്കുന്നു. അതിന്റെ കവാടങ്ങളിൽ എവിടെയെങ്കിലും ഒരു കിഡ്നി രോഗിയെ കാണാൻ കഴിയും, ഒരു ക്യാൻസർ പേഷ്യന്റിനെ കാണാൻ കഴിയും. അതുകൊണ്ട് നിങ്ങൾ, എനിക്ക് ഒറ്റക്കാര്യം പറയാനുള്ളൂ, നിങ്ങൾ ചാരിറ്റി എന്നും പറഞ്ഞ് ഞങ്ങളെ പഠിപ്പിക്കരുത്. പിന്നെ ഒരു നബിദിനം വർഷത്തിൽ ഒരിക്കൽ വരുമ്പോൾ കുഞ്ഞുകുട്ടികൾ ഈ വഴി തടസ്സപ്പെടുത്താൻ പാടില്ല എന്ന ഹബീബായ തങ്ങളുടെ അധ്യാപനമാണ്. വഴി തടസ്സപ്പെടുത്താതെ അതിനൊക്കെ പ്രത്യേകമായ വാളണ്ടിയേഴ്സിനെ നിർദ്ദേശിച്ചുകൊണ്ട് എല്ലാ സമൂഹം അങ്ങനെയല്ലേ. ഇപ്പം ശ്രീകൃഷ്ണ ജയന്തി വരുമ്പം ശോഭയാത്ര നടക്കുന്നു. അവരെത്ര കൃത്യമായിട്ട് അച്ചടക്കത്തോടുകൂടി സമീപത്തോട് കുട്ടികളെ ഇങ്ങനെ കൊണ്ടുപോകുന്നു. വാളണ്ടിയേഴ്സിന് ഇപ്പുറത്ത് നിർത്തിക്കൊണ്ട് വണ്ടികളൊക്കെ യഥേഷ്ടം വിടാനുള്ള സൗകര്യങ്ങൾ, ഇതൊക്കെ തന്നെ എല്ലാവരും ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ ഗ്രഹാതുരത്വമാണ്, നമ്മുടെ നാടിന്റെ പാരസ്പര്യം കൂടിയാണ്. ഇപ്പൊ നമ്മുടെ നിബിധനമായി പോകുന്ന സമയത്ത് മറ്റു സമൂഹങ്ങൾ വെള്ളം കൊടുക്കുന്നു, അവരെ യാത്ര പോകുമ്പോൾ നമ്മൾ കൊടുക്കുന്നു. ഇതൊക്കെ നമ്മുടെ നാടിന്റെ ഒരു ഗ്രഹാതുരത്വം, ഐക്യവും പാരസ്പര്യമൊക്കെയാണ്. ഇതൊക്കെ ഇവിടെ നടന്നോട്ടെ, ഇതൊക്കെ നല്ല കാര്യമല്ലേ. ഇത് കുരുപൊട്ടുന്ന ആളുകൾ അങ്ങോട്ട് മാറി കുരുപൊട്ടുക. ഇവിടെ നബിദിനാഘോഷം നടക്കും, കുട്ടികൾ റാലി പോകും, ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രൂപത്തിൽ സ്വലാത്ത് ദിക്റൊക്കെ ചൊല്ലി പോകും. അത് പൊട്ടുന്ന ആളുകൾ അങ്ങോട്ട് മാറി പൊട്ടുക. നിങ്ങൾ എല്ലാ കാലത്തും നിങ്ങൾക്ക് പൊട്ടും. നമ്മളിവിടെ നടത്തിക്കൊണ്ടേയിരിക്കും ചെയ്യും. അതുകൊണ്ട് അതിന് എന്തെങ്കിലും നിയമപരമായ തടസ്സങ്ങൾ ഉണ്ടാകുകയാണെങ്കിൽ അത് ഇവിടുത്തെ ഗവൺമെന്റ് നോക്കിക്കും. അതുകൊണ്ട് നാദിയുടെ ഒറ്റ കാര്യം പറയുള്ളൂ, ചാരിറ്റി എന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വെറുതെ വിഷമിപ്പിക്കരുത്. പ്രിയപ്പെട്ട നാദിയ, ഏതൊരു പുണ്യപുരുഷന്റെ ജന്മദിനമാണോ ഇവിടെ ആഘോഷിക്കുന്നത്, ആ പുണ്യപുരുഷൻ ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അനുരചരൻ ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന്റെ മറുപടി, മോനെ ഇസ്ലാം എന്ന് പറഞ്ഞാൽ തീ ഉൽക്കലാണ്, മനോഹരമായി മനുഷ്യരോട് സംസാരിക്കലാണ്. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കലാണ്. വിശക്കുന്നവർക്ക് ഭക്ഷണം കൊടുക്കാനും മനുഷ്യരോട് മര്യാദക്ക് സംസാരിക്കാനും പഠിപ്പിച്ച ഒരു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ ഹൃദയത്തിന്റെ വസന്തമാണ്. ആ വസന്തം ഞങ്ങൾ ആത്മീയതയുടെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഞങ്ങൾ ആഘോഷിക്കാറുണ്ട്. നിയമാനുസൃതമായി, നിയമത്തിന് വിരുദ്ധമല്ലാത്ത ഏതൊരു സംഗതികളും ഞങ്ങൾ ഇവിടെ അനുവർത്തിക്കാറുണ്ട്. അതുകൊണ്ട് നാദിയ, ഒന്നുകൂടെ പറയാണ്, ഈ ചാരിറ്റി ഒന്നും പറഞ്ഞ് തമാശയാക്കരുത്. വളരെ ക്ലിയറാണ് ഉസ്താദ് കാര്യങ്ങൾ പറഞ്ഞത്. ഇത് കേൾക്കുന്ന ഏതൊരു വ്യക്തിക്കും ആ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അത് തീരും. എല്ലാം വിട്ടേരെ, നിങ്ങൾ മതപരമായുള്ള ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം വിട്ടേരെ. എല്ലാവരും സന്തോഷമായിട്ട് നിന്നുകൊണ്ട് ഒരു നാട്ടിൽ എല്ലാവരും ജാതി മതഭേദമന്യേ നിന്നുകൊണ്ട് കുറച്ച് പേർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്ത് അതെല്ലാവരും കൂടെ കഴിക്കാന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ നാടിൻ്റെ ഒരു സന്തോഷമാണ്, അവിടുത്തെ ഒരു കൂട്ടായ്മയുടെ ഒരു സന്തോഷമാണ്. നമ്മുടെ വീട്ടിൽ പാലുകാച്ചും കല്യാണമൊക്കെ വരുമ്പോൾ നമ്മൾ എല്ലാവർക്കും ഭക്ഷണം വെച്ച് കൊടുക്കുന്നുണ്ട്. അതൊന്നും ആരും വീട്ടിൽ തിന്നാനില്ലാത്തതുകൊണ്ടല്ലല്ലോ, നമ്മുടെ ഒരു സന്തോഷമായിട്ട് അവർക്ക് കൊടുക്കുന്നത്. അതിഥി സൽക്കാരം അതേ ഉള്ളൂ, അത് മാത്രമേ ഉള്ളൂ നമ്മളും ചിന്തിക്കുന്നത്. ആ ഒരു കാര്യം മനസ്സിലാക്കുക. അതിന് വേറൊരു കാര്യം പറയാനുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലത്തെ അതിരുവിട്ട കോമാളിത്തരങ്ങൾ കാണിക്കുന്നത് ഇസ്ലാമുമായിട്ട് ഒരു ബന്ധമില്ല. അത് കേവലം വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ ചെയ്യുന്ന, അവരുടെ ആനന്ദത്തിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം ആണ് എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്.
പിന്നെ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാവരും അത് പറഞ്ഞിട്ടേ പോകാവുള്ളൂ. നിങ്ങൾ ഈ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ടോ വിയോജിക്കുന്നുണ്ടോ എന്താണ് എന്നുള്ളത് അഭിപ്രായമായിട്ട് പറഞ്ഞാൽ അത് ബാക്കിയുള്ളവർക്കും പിന്നെ വായിക്കാം, അതറിയാം. പിന്നെ ആരോഗ്യപരമായ ചർച്ചയും വേണമെങ്കിൽ കമൻറ്റ് ബോക്സിലൂടെ നടത്താം. അപ്പോൾ നമുക്ക് എന്തായാലും വേറൊരു വീഡിയോ ടോപ്പിക്കുമായി വീണ്ടും കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ പറയുന്നു. മാക്സിമം നമ്മളെ ഒന്ന് സപ്പോർട്ട് തരുന്ന കാര്യം എല്ലാവരും പരിഗണിക്കുക. നമുക്ക് ഇതുപോലത്തെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകാം. എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകണം. അപ്പം വീണ്ടും കാണാം. താങ്ക് യു.